നമുക്കിനി അല്ലമീനിലേക്ക് പോകാം. നിയമസഭാ സമ്മേളനത്തിന് രണ്ടാം ദിനമായി ഇന്നും സഭ പ്രക്ഷുബ്ധമായേക്കുമെന്ന വാർത്തയാണ് അല്ലമീൻ നൽകുന്നത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ സഭയെ ഇന്ന് ചൂടുപിടിപ്പിക്കും. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചകൾക്കും ഇന്ന് തുടക്കമാകും. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ചൂടുപിടിക്കാനാണ് സാധ്യത. സഭയ്ക്കുള്ളിൽ +1 സീറ്റാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഇന്നലെ ഉയർത്തിയ ബാർക്കോഴ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. എന്തൊക്കെയാണെന്ന് തലസ്ഥാന നഗരി കാണാൻ പോകുന്നത്, സഭയ്ക്കുള്ളിലും പുറത്തും നമ്മൾ കാണാൻ പോകുന്നത് അല്ലമീൻ? അരുൺകുമാർ, ഈ സഭാ സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടു കൂടിയാണ് സഭയിലെത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാണ് കാരണങ്ങൾ. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ വിജയം, മിന്നും വിജയം, അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു ഊർജ്ജവും പ്രതിപക്ഷ നിരയിൽ വലിയ രീതിയിൽ പ്രകടമാണ്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിൽ ആയുധങ്ങൾ അനവധിയാണ്, അസ്ത്രങ്ങൾ അനവധിയാണ്. അതെടുത്ത് പ്രയോഗിക്കാൻ കിട്ടിയ ഒരു അവസരം, അതിനെ ആ അർത്ഥത്തിൽ തന്നെ വിനിയോഗിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ അതിനുള്ള വെടി പൊട്ടിക്കുകയും ചെയ്തു. ബാർക്കോഴ വിഷയത്തിൽ സഭാതലം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സംഘടിപ്പിച്ചത്. ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ സഭാതലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് സഭയ്ക്ക് പുറത്ത് ഈ ബാർക്കോഴ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച നിയമസഭാ മാർച്ച് നടക്കുകയാണ്. സ്വാഭാവികം, ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭയുടെ പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിലാണ്. തൊട്ടപ്പുറത്ത് ആ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് തീർത്ത് തടയും. വലിയൊരു സംഘർഷമൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. ഏത് രീതിയിലായിരിക്കും യൂത്ത് കോൺഗ്രസ് ആ സമരത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ പോകുമ്പോൾ സാധാരണ ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനമൊക്കെ ചേരുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഈ വിധത്തിൽ സമരം നടത്തും, പ്രതിഷേധം നടത്തും. അത് പോലീസ് വലിയ സംഘർഷത്തിലേക്ക് പോകും, നേതാക്കൾക്ക് പരിക്ക് പറ്റും. പിറ്റേന്ന് നമ്മൾ മുമ്പ് സഭാതലത്തിൽ കണ്ടതാണ്. അങ്ങനെ പരിക്ക് പറ്റിയ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന നേതാക്കളുടെ ചോര പാടുള്ള ഷർട്ടും മുണ്ടുമൊക്കെ ആയിട്ട് പിന്നീട് നേതാക്കൾ സഭയ്ക്കകത്ത് വന്ന് അത് മറ്റൊരു ആയുധമാക്കുന്നതൊക്കെ നമ്മൾ മുൻകാലത്ത് കണ്ടിട്ടുണ്ട്. സമീപകാലത്ത് അത്തരം കാഴ്ചകളില്ല. ഏതായാലും ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നിയമസഭാ മാർച്ച് ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വലിയ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതും സഭാതലത്തിൽ ആയുധമാകും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വലിയൊരു പ്രകോപനമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങളെ പ്രകോപിപ്പിച്ച് അടിവാങ്ങിച്ചിട്ട് അത് വീണ്ടും സർക്കാരിനെതിരെ ആയുധമാക്കാൻ നിങ്ങൾ തുനിയേണ്ട എന്നൊരു നിലപാട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ സമരങ്ങൾക്ക് നേരെ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഇന്നും ഒരു പക്ഷേ ആ രീതിയിൽ തന്നെയായിരിക്കും പോലീസിൻ്റെ ഒരു സമീപനം. എത്രത്തോളം പ്രകോപനം ഈ യുവജന സംഘടനകളുടെ നേതൃത്വ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു ചോദ്യമാണ്. അതേസമയം സഭയ്ക്കകത്ത് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ബാർക്കോഴയുടെ അനുരണനങ്ങൾ പലതരത്തിലുണ്ടാകും. അതിനപ്പുറത്തേക്ക് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയാണ് പ്രതിപക്ഷം ഇന്ന് ശൂന്യവേളയിൽ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നൊരു ആരോപണമായിരിക്കും. അതോടൊപ്പം നിരവധി കുട്ടികൾ, 10,000-ലേറെ കുട്ടികൾ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴും ആശങ്കയിൽ നിൽക്കുമ്പോൾ ആ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ എന്ത് നടപടി എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ശൂന്യവേളയിൽ രംഗത്തേക്ക് വരിക. അതിനോടൊപ്പം ഇന്നലെ മറ്റൊരു ആയുധം കൂടി സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ കൈകളിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കെതിരായിട്ട്. തദ്ദേശ വാർഡ് വിഭജന ബില്ലുമായി ബന്ധപ്പെട്ട ആ ബില്ല് അത് ചർച്ചകൾ കൂടാതെ പാസ്സാക്കിയ സർക്കാർ നടപടിയിലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തും. ഇന്നലെ ഈ ബാർക്കോഴ വിഷയത്തിൽ സഭാതലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിലൂടെ സർക്കാർ നൈസായിട്ട് ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടും, അവിടെ ചർച്ചകൾക്ക് വരും, പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി മാനിച്ച് മാറ്റങ്ങൾക്ക്, തിരുത്തലുകൾക്ക് വിധേയമായി ബില്ല് പാസ്സാക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ അജണ്ട പോലും ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇന്നലെ 5 മിനിറ്റ് കൊണ്ട് അപ്പം ചുടുന്നത് പോലെ ആ ബില്ല് പാസ്സാക്കിയെടുത്തത്. അതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. അവർ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സ്പീക്കർ അടിയന്തരമായി ഇടപെടണം, സ്പീക്കർ റൂളിംഗ് നടത്തണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്നൊരു നടപടിയാണ് ഈ ബില്ല് ഏകപക്ഷീയമായി പാസ്സാക്കിയതിലൂടെ സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഒരുപക്ഷേ ഇന്ന് സഭയ്ക്കകത്തത് ഒരു ക്രമപ്രശ്നമായി ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ സ്പീക്കർ നടത്തുമോ, ഒരു മാറ്റത്തിന് സർക്കാർ തയ്യാറാകുമോ? ഇനി മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നില്ല. പക്ഷേ ഏതായാലും ഏത് ഇടപെടൽ അത്തരത്തിൽ ഉണ്ടാകുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്. അതും സഭയുടെ വരും ദിവസങ്ങളിലും ഇന്നുമൊക്കെ വലിയ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് മാറുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ ചൂടുപിടിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ. ഇതൊക്കെയാണ്. മറ്റൊന്ന്, ഈ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ചേരുമ്പോൾ പ്രധാനപ്പെട്ട അജണ്ട ഈ ബജറ്റിന്മേലുള്ള ചർച്ചകളാണ്. ധനാഭ്യർത്ഥന, ഉപധനാഭ്യർത്ഥന ചർച്ചകളാണ്. അത് അടുത്ത മാസം 31-ന് മുമ്പായിട്ട് ഈ ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാസ്സാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ സഭാ സമ്മേളനം, ആ ഒരു അജണ്ട, ബജറ്റിന്മേലുള്ള ചർച്ചകൾ മുഖ്യ അജണ്ടയാക്കിക്കൊണ്ടാണ് ഈ സഭാ സമ്മേളനം ചേരുന്നത്. ആ ചർച്ചകൾക്ക്, ആ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന, ഉപധനാഭ്യർത്ഥന ചർച്ചകൾക്കും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മറ്റു ചില ബില്ലുകളും അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങളും ഒക്കെയുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സഭാതലത്തെ ചൂടുപിടിപ്പിക്കുന്ന, പ്രക്ഷുബ്ധമാക്കാനിടയുള്ള
രാഷ്ട്രീയ വിഷയങ്ങളാണ്, അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാർക്കോഴ അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാം. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുമ്പോൾ അതെവിടെയാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത്, എത്ര ദൂരെയാണത് എന്നുള്ളത് നമുക്ക് പ്രേക്ഷകരെ കാണാം. മിക്കവാറും പ്രേക്ഷകർക്കൊക്കെ ഈ നിയമസഭയുടെ പരിസരമൊക്കെ അറിയാവുന്നതാണെങ്കിൽ പോലും ഇനി അല്പസമയത്തിനുള്ളിൽ ഈ ശൂന്യമായി കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു വരും. ഇനി അതൊരു കാഴ്ചയാണ്. നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ എത്തിക്കാണുമല്ലോ അല്ലേ, വജ്രയും ഒക്കെ എത്തിക്കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തും. നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. ഇതിപ്പോൾ പ്രധാനപ്പെട്ട നിയമസഭയുടെ പ്രധാന പ്രവേശന കവാടമാണ്. പ്രതിഷേധങ്ങളെയൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കില്ല. ഈ ഭാഗത്താണ് നിയമസഭയിലേക്കുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പ്രധാന ഗേറ്റിന് മുന്നിലേക്കല്ല അത്തരത്തിൽ പ്രതിപക്ഷ സംഘടന പ്രതിഷേധം വരുന്നത്. അങ്ങനെ പോലീസ് അനുവദിക്കുകയുമില്ല. ആ പ്രതിഷേധങ്ങൾ ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണം നമുക്കിപ്പോൾ തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ കാണാം. ഈ പ്രതിഷേധ മാർച്ച് വരുന്നതും അത് തടയുന്നതും എവിടെയാണ് എന്നുള്ളത് നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാം. ഒരിച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നാലാണ് നമുക്ക് കൃത്യമായ ആ സ്ഥലത്തേക്ക് എത്താനാവുക. അവിടെ ബാരിക്കേഡുകളൊക്കെ നിരനിരയായി വെച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരത്തൊന്നുമല്ല, നമ്മുടെ ഏതാണ്ട് ഒരു 50-100 മീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ പറയുന്ന സമര പോയിന്റ് ഉള്ളത്. അവിടേക്ക് വരുമ്പോൾ സാധാരണ തടയുന്നത് അവിടെയാണ്. നമുക്കിപ്പോൾ ആ കാണുന്ന പാളയത്തുനിന്ന് തിരിഞ്ഞു വന്ന് MG റോഡിലേക്ക് തിരിയുന്നു. നിയമസഭയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിന് ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞതുപോലെ സാധാരണ എല്ലാ പ്രതിഷേധ പരിപാടികളും സമരങ്ങളുമൊക്കെ തടയുന്നത്. നമ്മുടെ ക്യാമറാമാൻ ഗോപൻ പ്ലാവർ ആ വിഷ്വൽ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് സൂം ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ആ ബാരിക്കേഡുകളൊക്കെ ഇപ്പോൾ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ്. ഇത് സമരം തുടങ്ങുന്നതിന് കാരണം ഇപ്പോഴേ ബാരിക്കേഡ് തീർത്ത് റോഡ് തടഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും. നിരവധി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഇപ്പോഴേ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പ്രതിഷേധം പാളയത്ത് നിന്ന് തുടങ്ങി MLA ഹോസ്റ്റൽ അടുത്ത് നിന്ന് തുടങ്ങുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗത്തായി കാണുന്ന ബാരിക്കേഡുകൾ റോഡിൻ്റെ കുറുകെ വെച്ച് രണ്ട് നിരയായി പോലീസ് വാഹനങ്ങൾ തടയും, ഗതാഗതം തടയും. അതിന് മുന്നിലാണ് പ്രവർത്തകരെത്തുക. ജലപീരങ്കി വാഹനമായ വരുൺ എത്തിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ വാഹനവും ഇവിടെ കൊണ്ട് സജ്ജീകരിക്കുകയും ചെയ്യും. ഈ തൊട്ടുപുറത്ത് തന്നെ വലിയൊരു പോലീസിൻ്റെ നിര നമുക്ക് കാണുകയും ചെയ്യും. സാധാരണ ഈ സമരം വരുമ്പോൾ മാത്രമല്ല അരുൺ, ഈ സമരം വരുന്ന സമയത്ത് പോലീസിൻ്റെ വലിയൊരു സന്നാഹം ഉണ്ടാകുമെങ്കിലും സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ സന്നാഹം പോലീസ് ഇവിടെ ഒരുക്കാറുണ്ട്. കാരണം ഈ ബാരിക്കേഡൊക്കെ ചാടിക്കടക്കാനും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ഒക്കെ പ്രവർത്തകർ ശ്രമിക്കുമെന്നുള്ളതുകൊണ്ട് ഈ സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആരെങ്കിലൊക്കെ വന്ന വല്ല കുറ്റിക്കാടിനിടയിൽ തക്കം പാർത്തിരിക്കുമോ, സമരം തുടങ്ങുമ്പോൾ ചാടി ഇറങ്ങുമോ എന്നുള്ളൊക്കെ ആശങ്കയുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പോലീസിൻ്റെ വിന്യാസവും പോലീസിൻ്റെ നിരീക്ഷണവും ഒക്കെ ഈ മേഖലകളിൽ ഉണ്ടാകും. ആ തരത്തിൽ നിരവധി പോലീസുകാരെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറുന്ന ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് നിരവധി പോലീസുകാർ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് ഈ ബാരിക്കേഡുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ബാരിക്കേഡ് സജ്ജീകരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ആ സമരം തുടങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ പറ്റും. ഈ വരുൺ വാഹനമൊക്കെ വന്ന് നിൽക്കുന്നു. പിന്നെ പോലീസുകാർ ഗ്രനേഡും ടിയർ ഗ്യാസും ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. സാധാരണ അങ്ങനെ ഒരു സമര കാഴ്ചയാണ് കാണാനാകുന്നത്. ഈ പ്രദേശത്താണ് അതേ വരുൺ വാഹനം, അരുൺ ചോദിച്ച വരുൺ വാഹനം ദേ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, അരുൺ ചോദിച്ച വരുൺ വാഹനം, അതാണ് പ്രത്യേകത, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരികയാണ്. അതാണ് ജലബീരങ്കി വാഹനം. ഈ സമരമൊക്കെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾക്കിടയിലേക്ക്, സമരക്കാർക്കിടയിലേക്ക് അതിൽ നിന്നാണ് വെള്ളം ചീറ്റുന്നത്. വരുൺ എന്നുള്ളതാണ് ആ വാഹനത്തിൻ്റെ പേര്. ജലബീരങ്കി വാഹനമാണ്. നമ്മുടെ മുന്നിലേക്ക് ക്യാമറയിലേക്ക് തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് അത് തൊട്ടടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലേക്ക് തന്നെ അത് എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് എന്താണ് ഈ വെള്ളമൊക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ് പൊതുവെ പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും. ഈ വരുൺ നിറയ്ക്കാനുള്ള വെള്ളം, ആ വെള്ളം ശുദ്ധമാണോ എന്നൊരു സംശയവും ചിലരെങ്കിലും ഇടയ്ക്ക് പ്രകടിപ്പിച്ചിരുന്നു. കാര്യം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്നു എന്ന് ചില നേതാക്കൾ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല സ്ത്രീകളടക്കം ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ വരുണിൽ നിന്നുള്ള ജലപീരങ്കിയിൽ നിന്നുള്ള വെള്ളമാണ് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയും വെള്ളം വേനൽക്കാലത്തും എവിടെ നിന്ന് കിട്ടിയിരുന്നു ചോദ്യമുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്നെന്തായാലും യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ പോകുന്ന ഒരു ആയുധം തയ്യാറായി കഴിഞ്ഞു അല്ലേ അല്ലമീൻ? തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് അല്ല, ഏത് സമരക്കാർ വന്നാലും ഇതാണ് പ്രധാന അജണ്ട. പോലീസ് മറ്റു നടപടികളിലേക്ക് ലാത്തി ചാർജിലോ അല്ലെങ്കിൽ ഗ്രനേഡോ ടിയർ ഗ്യാസോ ഒക്കെ പ്രയോഗിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം കാണുന്ന നടപടി ഈ ജലപീരങ്കി വാഹനം പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട് ആളുകളെ തെറിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ പ്രശ്നമുണ്ടാകില്ല. ചിലപ്പോൾ നമ്മളിതിൻ്റെ മുന്നിൽ നിൽക്കില്ല, സാധാരണ മാറി നിൽക്കാറുണ്ട്. കാരണം ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഒപ്പം നമുക്കും കുളിച്ചൊരുങ്ങിയൊക്കെ വന്നിട്ട് അവസാനം ഇത് ലൈവ് കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നെ വെള്ളത്തിൽ കുളിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഡ്രൈവറുടെ കൈ അറിയാതെ ആ സ്വിച്ചിലെങ്ങാനും തട്ടിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു.
അടിപൊളിയായിരിക്കും, പൊളിയായിരിക്കും. അതെ അതെ. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് ലൈവായിട്ട് എത്തിക്കാൻ അപ്പോൾ നമ്മുടെ ചൊറിച്ചിലിന്റെ കാര്യം റിപ്പോർട്ടർ വാർത്താ പറയാനുണ്ട്. സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അല്ലമീനും സംഘവും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഒപ്പം സഭയ്ക്കുള്ളിലെ ഇന്നത്തെ നാടകീയമായ സംഘർഷ രംഗങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലമീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഇന്ന് ചൂടുപിടിക്കുന്ന രംഗങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.